എങ്ങനെയാണ് ശരീരത്തിന് വെപ്പമാക്കുന്നത്. അപ്പോൾ ആദ്യം ഈ വിരലുകൾ കൊണ്ടുപോയി ഞാൻ സമയം ഇല്ലാതെ പെട്ടെന്ന് സ്പീഡിലാണ്. ഓക്കെ, ഒരു അറ്റാക്ക് വരുമ്പോൾ ശരീരത്തിന് വെപ്പമാക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു കത്തി ഉണ്ടെങ്കിൽ എന്താ നമ്മൾ ചെയ്യുക അല്ലേ, അതുകൊണ്ട് അറ്റാക്കില്ല. അപ്പോൾ ശരീരത്തിന് വെപ്പം ഒരു അറ്റാക്ക് വരുന്ന സമയത്ത് അതായത് ഇത് ലൈക്ക് എ നൈഫ്, ഇത് നൈഫ് പോലെ പോവുകയാണെങ്കിൽ അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള വെപ്പമാണ്. എനി പാർട്ട് റിബ്സ് വൈറ്റൽ പോയിന്റ്സ് എല്ലാ വൈറ്റൽ പോയിന്റ്സിലേക്കും ഉപയോഗിക്കുന്നത് വെപ്പം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരീരത്തിൽ പിന്നത്തെ പാട്ട് കഴിഞ്ഞ കൈപ്പത്തിയാണ് അല്ലേ, കൈപ്പത്തിയാണ്. അപ്പോൾ കൈപ്പത്തി അതേ രീതിയിൽ കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന എപ്പോഴും ഫേസിലാണ്. ഇപ്പോൾ ഒരാളെ നമ്മൾ തള്ളിക്കഴിഞ്ഞാൽ നീങ്ങാനുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ ശരീരത്തിൽ പവർ ഉള്ളതെന്ന് വെച്ചാൽ അവിടെ തന്നെ ചെയ്യും. പക്ഷെ അതേ സമയത്ത് ഇവിടെ വെച്ചാൽ കൈ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ബാലൻസ്. അപ്പോൾ ഏറ്റവും ആവശ്യമായിട്ടുള്ള സ്ഥലം ഈ ആടികളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഓപ്പൺ ഫാമിന് വളരെ പ്രാധാന്യം ഉണ്ടായത്. അപ്പോൾ ഇത് വെപ്പം. അത് കഴിഞ്ഞാൽ എന്താ വെപ്പം എന്ന് പറയുന്നത് ജോയിന്റ്, അല്ലെങ്കിൽ ഈ ജോയിന്റ് അല്ലെങ്കിൽ എല്ലെന്ന് പറയുന്നത്. കൈമുത്ത് നല്ല വെപ്പമാണ്. ഏറ്റവും ശരീരത്തിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഭാഗമാണ് കൈമുത്ത് എന്ന് പറയുന്നത്. ഇവിടെ അറ്റാക്ക് എന്തെങ്കിലും അറ്റാക്ക് വരുന്ന സമയത്ത് അപ്പോൾ ഈ കൈമുത്ത് ഏത് ഭാഗത്താണ് ഉപയോഗിക്കുക അല്ലേ, ഏത് തരത്തിലുള്ള ഉപയോഗിക്കും അറ്റാക്ക് ചെയ്യുന്ന ഒരു ആക്ഷൻ. അതുകൂടാതെ പെട്ടെന്ന് ബാക്കിൽ ക്യാച്ച് ചെയ്യുന്നല്ലോ ബാക്കിൽ. പ്രത്യേകിച്ച് വനിതകൾക്ക് നമ്മൾ പഠിക്കുന്ന സെൽഫ് ഏറ്റവും യൂസ് ചെയ്യുന്ന ഭാഗമാണ് കൈമുത്ത്. കാരണം ഈസിയാണ് മറ്റുള്ള കൈമുക്കാൻ. ഈ മുത്ത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ബ്രേക്ക് ചെയ്യാൻ അല്ല, കയ്യിൽ ബ്രേക്ക് ചെയ്യാം ഇതിനെ. അപ്പോൾ മറ്റുള്ള പഞ്ചിനേക്കാൾ പവർഫുൾ ആയിരിക്കും കൈമുട്ടുന്നത്. അതായത് ഇത് ബ്രേക്ക് ചെയ്യാണ്. ഒരാളെ കൈയൊക്കെ ബ്രേക്ക് ചെയ്യുന്നത് സിമ്പിൾ. അപ്പോൾ വിറക് പിടിക്കുന്ന ലാഭത്തോളം വേണമെങ്കിൽ കൈ വേണമെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ വിറക് പിടിക്കുന്ന പോലെ തന്നെ വരും. സ്ത്രീകൾ അറിയാവുന്ന പണിയത് കൈ വെച്ച് പിടിച്ച് കഴിഞ്ഞാൽ കൈ പിടിക്കും. ഓക്കെ, അപ്പോൾ കൈ കൊണ്ടുള്ള അത്രയും നല്ലതായിട്ടാണ്. ബോഡി ഇഷ്ടം നമ്മുടെ ശരീരം നല്ല വ്യവസ്ഥയാണ്. നമ്മളൊരാളെ ക്യാച്ച് ചെയ്യുന്ന ഒരാളെ ക്യാച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു ആ ശരീരം തന്നെ ഒന്ന് പ്രത്യേക രീതിയിൽ തിരിച്ചു കഴിഞ്ഞാൽ ആളുടെ ബോഡി ബാലൻസ് ചെയ്യും. അപ്പോൾ ശരീരം ഒരു വെപ്പം തന്നെയാണ്. പിന്നെ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് കാലുകളുണ്ട്. കാലുകൾ പല തരത്തിൽ ഉപയോഗിക്കും. എങ്ങനെയാണ് നമ്മൾ പവറിനെ പുറത്തേക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എല്ലാ സാധനങ്ങളും കാലം ഉപയോഗിക്കരുത്. കാലങ്ങളൊക്കെ ഉള്ളത് പറയുക എന്തെങ്കിലും അറ്റാക്ക് ചെയ്യണമെന്ന് തോന്നുകയില്ല. പക്ഷേ കരാത്തേൽ അതിന് സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ്സ് ആണ്. ഒരു സ്പ്രിങ് ആക്ഷനാണ് കാലിൽ ഉപയോഗിക്കുന്നത്. അതിന് പറയും ഫ്രണ്ട് കിക്ക് എന്ന് പറയും. വരുന്ന ആളെ ഇതിനെ സ്റ്റൊമക്ക്, ജോയിൻറ്റ്സ്, ഇവിടെയൊക്കെയാണ് റിബ്സ്. ഓക്കെ, ഇവിടെയൊക്കെയാണ് ഫ്രണ്ട് കിക്ക് ഉപയോഗിക്കുക. ആ കിക്ക് പവർഫുള്ളാണ്. ശരിക്കും ശ്വാസം ശക്തമായാലും എല്ലാം ബ്രേക്ക് ആയി ബോൺസ്. അത്രയും പവർഫുള്ളാണ് നമ്മുടെ കാലിൻ്റെ ഫ്രണ്ട് പാർട്ട്. ഇനി അടുത്ത പാർട്ട് കാലിൻ്റെ അടുത്ത പാർട്ട് എന്ന് പറയുന്നത് ഈ ബ്ലേഡ് നെക്കിലേക്ക് ചെയ്യുന്നത് and to the stomach. Take that. Stomach. ഈ ബ്ലേഡ് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ബാക്ക് സൈഡ്, കാലിൻ്റെ ബാക്ക് സൈഡ് പറയുന്നത്. ബാക്ക് സൈഡ് ഉപയോഗിക്കുന്നത് പലപ്പോഴും വരുന്ന ഉപയോഗിക്കുക സൈഡ്, പിന്നെ ബാക്ക്, ഫേസ്, സ്റ്റൊമക്ക്, or even റിബ്സ്. അപ്പോൾ ഏത് പാർട്ടിന് വേണമെങ്കിലും കാലിൻ്റെ ബാക്കോട്ട് ഉപയോഗിക്കും. അതുപോലെ തന്നെ കാലിൻ്റെ മറ്റു ഭാഗം അതിനേക്കാൾ ഡേഞ്ചറസ് ആണ്. അത് ഫേസിലാണ് ചെയ്ത്. പിന്നെ സ്റ്റൊമക്ക്, ഫേസ്, ഗ്രോയിൻ, back thighs, back muscles, backbone, to the ribs. Good. To the face again. അത്രയും ഡേഞ്ചറസ് ആണ് ഈ കാലുകൾ പറയുന്നത്. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളിൽ കാലുകൾ ഉപയോഗിക്കും. ഇനി അതിൻ്റെ പവർ എന്ന് പറയുന്നത് ഈ കിക്കുകൾ കാണിക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ട് ചെയ്യുന്നത് അല്ലേ. ഇതിൻ്റെ പവർ എത്രത്തോളം വെട്ടിക്കുന്നത് ഒരു കാലോട്